പുസ്തക വായനയിലൂടെ ജാതിയെ മനസ്സിലാക്കിയ ആളല്ല ഞാൻ. പകരം ബാല്യകാലം മുതലുള്ള പൊള്ളുന്ന, നൊമ്പരപ്പെടുത്തുന്ന തീക്ഷ്ണമായ അനുഭവങ്ങളാണ് എന്താണ് ജാതി എന്ന് എന്നെ പഠിപ്പിക്കുന്നത്. ഈ SC കാറ്റഗറിയിൽപ്പെടുന്ന ഈ ജാതികളിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ പുറത്തേക്ക് വന്നാൽ ആരും ഇങ്ങോട്ട് അഭിസംബോധന ചെയ്യാറില്ല. കൂട്ടുകാരനോടൊപ്പം കളിച്ച് ഓടി അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ ബാരിക്കേഡുകളുണ്ടാകും. വെൽ ഡ്രസ്ഡായിട്ട് പെട്ടിയുമായിട്ട് സ്കൂളിൽ ചെല്ലുന്ന എന്നോട് എൻ്റെ ടീച്ചർ ചോദിക്കുന്നത്, നീ എവിടുന്ന് മോഷ്ടിച്ചതാണ് ഈ ഡ്രസ്സ്? മനസ്സിലേറ്റ ഏറ്റവും വലിയൊരു മുറിവാണത് എനിക്ക്. അന്ന് നിർത്തിയതാണ് ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോകുന്നതും ഒരു ദൈവത്തെ തൊഴുന്നതും. അതിൽ ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അംബേദ്കറൈറ്റ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, അസ്മി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഞങ്ങൾ 86 REC രൂപം കൊടുത്തു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിലെ പ്രമുഖ അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ചെയർമാനുമായ അംബുജ സ്നേഹത്തോടെ കേരള ഇൻസൈഡിലേക്ക് സ്വാഗതം. സാറ് എങ്ങനെയാണ് ഈ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത്? അതായത് വിദ്യാഭ്യാസം, അതിനുശേഷമുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു ദലിത് ആക്ടിവിസം എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്? എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്കുള്ള പ്രവേശനം, പ്രത്യേകിച്ചും ഒരു ദലിത് അംബേദ്കറൈറ്റ് പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഞാൻ വരുന്നത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ചും +2 ലെവലുള്ള അന്നത്തെ ഹയർ സെക്കൻഡറി ലെവൽ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഞാൻ പഠിക്കാനായിട്ട് കോഴിക്കോട് ജില്ലയിലെത്തുന്നത്. ഏതാണ്ട് 1981-82 എൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ വരുന്നത്. അതുവരെ ഞാൻ പഠിച്ചത് അടൂർ, പത്തനംതിട്ട ജില്ലയിലെ അടൂരുള്ള അവിടെയുള്ള ജൂനിയർ ടെക്നിക്കൽ സ്കൂളിൽ ടെക്നിക്കൽ വിദ്യാഭ്യാസമാണ് 8ാം ക്ലാസ് മുതൽ പഠിച്ചത്. അപ്പോൾ അത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പം അതിൻ്റെ തുടർച്ച എന്നോണം കുറച്ചുകൂടെ ഉയർന്ന ലെവലിൽ വീണ്ടും വൊക്കേഷണൽ വിദ്യാഭ്യാസം ആഗ്രഹിച്ചു. അതിൽ കുറച്ചുകൂടെ ഇലക്ട്രോണിക്സ് ഒരു സബ്ജക്റ്റായി അന്ന് പഠിക്കാൻ അവസരമുണ്ടായത് വടകര JTSലാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഈ വിഷയം ഇഷ്ടപ്പെട്ടതുകൊണ്ട് വടകര JTSൽ വന്ന് പഠിക്കാനുള്ള ആഗ്രഹം പങ്കുവെക്കുകയും എൻ്റെ മാതാപിതാക്കൾ ആ നിലയ്ക്ക് എന്നെ വടകര കൊണ്ട് ചേർക്കുകയും ചെയ്തു. അന്ന് ഹോസ്റ്റൽ ഒന്നും അങ്ങനെയുള്ള സംവിധാനമില്ല. ഈ ടെക്നിക് സ്കൂളിൽ കൂടുതലും അതാത് മേഖലകളിലെ കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ വടകരക്കാരല്ലാതെ അത്രയും ദൂരെ നിന്ന് അവരോടൊപ്പം പഠിക്കുന്ന ഒരേ ഒരു എലിയൻ വിദ്യാർത്ഥി ഞാനായിരുന്നു. ഈ വടകരയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കേരളത്തിലെ ഫസ്റ്റ് ബാച്ചാണ് അത്. ആ ബാച്ചിലാണ് ഞാൻ വന്ന് പഠിക്കുന്നത്. അപ്പം ഞാൻ ജനിച്ചു വളർന്ന തിരുവിതാംകൂറിൻ്റെ ഭാഗമായ പന്തളം, ആ മേഖലയിലെ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമായ സാമൂഹ്യ അനുഭവങ്ങളാണ്, ജീവിത അനുഭവങ്ങളാണ് എനിക്ക് മലബാർ, കോഴിക്കോട്, പ്രത്യേകിച്ചും വടകര സമ്മാനിക്കുന്നത്. അപ്പം മനുഷ്യനെക്കുറിച്ച്, വ്യക്തിബന്ധങ്ങളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ അനുഭവിച്ചു വന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതുമായ ചിന്തകളെ ഇളക്കി മറിക്കുന്ന വ്യത്യസ്തമായ ഒരു അനുഭവ ലോകമാണ് എനിക്ക് ആ കാലഘട്ടം വടകരയിൽ നിന്നും എനിക്ക് തരുന്നത്. അതിലൊന്ന്, എൻ്റെ ബാല്യകാലം ഒരു ഐഡിയൽ ഹിന്ദു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. പന്തളം, അവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരെ കുരമ്പാല എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജാതി വ്യവസ്ഥ അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈന്ദവ ഗ്രാമമാണ്. ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റി ബ്രാഹ്മണരായിട്ടുള്ള പുരോഹിതന്മാരും, അവർക്ക് തൊട്ട് ചേർന്ന് ക്ഷേത്രത്തിൻ്റെ മറ്റ് ജോലികൾ ചെയ്യുന്ന ചെണ്ട കൊട്ടുന്ന മാരാന്മാർ കമ്മ്യൂണിറ്റിയും, ബ്രാഹ്മണരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഈ നായർ ശൂദ്ര വിഭാഗങ്ങളും, അതുകൂടാതെ
മറ്റ് പലതരം ജാതി തൊഴിലുകൾ ചെയ്യുന്ന മറ്റിതര ജാതികളുമാണ്. ഈഴവരൊരു സമൂഹമാണ്, പക്ഷേ അവരുടെ കുലത്തൊഴിലും മറ്റു കാര്യങ്ങളുമായിട്ട് ഈഴവരുടെ ഒരു പ്രസൻസ് ഉണ്ട്. അതിനും താഴെ പിന്നെ ഈ ആശാരി, മൂശാരി, തട്ടൻ തുടങ്ങിയ പിന്നോക്ക വിഭാഗങ്ങൾ, ഈ എല്ലാം ജാതി തൊഴിലുകൾ ചെയ്യുന്ന ഒരു ഗ്രാമ സമ്പ്രദായമാണ്. കൂട്ടത്തിലാണ് വയലിൻ്റെ കരയ്ക്കും മലയുടെ താഴെയും, ആതിരമലയെന്ന് പറയുന്ന വലിയൊരു മലയുടെ മലഞ്ചരിവിൽ താഴ്വരയിലാണ് പാടത്തിറങ്ങി പണിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദളിത ലോകം. അപ്പോൾ ഇവിടെ ബാല്യകാലം മുതൽ ഈ ജാതി നിയമങ്ങൾക്കകത്താണ് യഥാർത്ഥത്തിൽ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യജീവി എന്ന നിലയിൽ സഹപാഠികൾക്കൊപ്പം പല സന്ദർഭങ്ങളിലും ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നഗരത്തിലെ റോഡിൽ, അത് കഴിഞ്ഞ് പള്ളിക്കൂടത്തിൽ, ക്ലാസ് റൂമിൽ ഒക്കെയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പലതരം വേർതിരിവുകളും വിവേചനങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓരോ ജാതിയും, ഈ ജാതിയുടെ ഒരു കോംപ്ലക്സിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തക വായനയിലൂടെ ജാതിയെ മനസ്സിലാക്കിയ ആളല്ല ഞാൻ. പകരം ജീവിതത്തിലെ ബാല്യകാലം മുതലുള്ള പൊള്ളുന്ന, നൊമ്പരപ്പെടുത്തുന്ന തീക്ഷ്ണമായ അനുഭവങ്ങളാണ് എന്താണ് ജാതി എന്ന് എന്നെ പഠിപ്പിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രാമത്തിൽ ആരും എന്നെപ്പോലുള്ള ഒരാളോട് എനിക്ക് മുകളിലുള്ള ഒരു ജാതി, അതായത് ഞാൻ പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പുലയരും, പറയരും, കുറവരും എന്നൊക്കെയുള്ള നിലയിലുള്ള 3 പ്രധാനപ്പെട്ട ഈ സബ് കാസ്റ്റുകളിലാണ് ദളിതരെ അവിടെ വിഭജിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഏകദേശം ഏറിയും കുറഞ്ഞ് ഒരേ തൊഴിൽ ചെയ്യുന്നവരും ഒരേ സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിലും ഐക്യപ്പെടാതിരിക്കാൻ അറകളിലാക്കി നിർത്തിയിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അവിടെ നമ്മൾ കാണുന്നത് ഈ SC കാറ്റഗറിയിൽപ്പെടുന്ന ഈ ജാതികളിൽപ്പെട്ട ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ പുറത്തേക്ക് വന്നാൽ ആരും ഇങ്ങോട്ട് അഭിസംബോധന ചെയ്യാറില്ല. അതായത് ഒരു വ്യക്തി വരുന്നു എന്ന നിലയിൽ സാധാരണ നമ്മൾ കാണുന്ന അഭിവാദന രീതികളുണ്ട്. ഒന്നുകിൽ നമസ്കാരം പറയുക, അല്ലെങ്കിൽ വിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉരിയാടുക. ഇത് ബാല്യത്തിൽ പലപ്പോഴും സംഭവിക്കാറില്ല. പകരം പലപ്പോഴും ഒരു പക്ഷേ അവരുടെ വിലക്കുകളാണ് നമ്മളെ അഭിസംബോധന ചെയ്യുക. എന്തിനാണ് അവിടെ കയറിയത്, എന്തിനാണ് വീട്ടു വരെ വന്നത്, ഇവിടെ നിന്നാൽ പോരായിരുന്നോ എന്നൊക്കെ പറയുന്ന ഈ വിലക്കുകളാണ് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ചെറുപ്പത്തിൽ ഗ്രാമത്തിലെ ഇതര ജാതികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നുണ്ട്. ഈ ബാല്യത്തിൻ്റെ ഒരു അനുഗ്രഹം ജാതിയെക്കുറിച്ച് അധികം കോൺഷ്യസ് അല്ലാത്ത കുട്ടികൾക്കിടയിൽ കളിക്കാൻ വരുന്നു. ആ ഒരു സമയം അല്പം ഒരു ഇഗാലിറ്റേറിയൻ ആണെന്ന് പറയാം. കാരണം ജാതിബോധം അധികം ചെലുത്തി കുത്തിവെക്കപ്പെടുകയും ജാതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പെരുമാറ്റ മര്യാദകളെ സ്വയം നിയന്ത്രിക്കാൻ പരിശീലിക്കപ്പെടാത്ത ഒരു സമയമാണ് ഈ പറയുന്ന ഹൈസ്കൂളിനൊക്കെ മുമ്പുള്ള ഒരു കാലം. ആ സമയത്ത് ഒരു സൗഹൃദം, ഒന്നിച്ച് പന്ത് കളിക്കുമ്പോഴും ഒന്നിച്ച് സാറ്റ് കളിക്കുമ്പോഴും പലതരം വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഉണ്ട്. അത് എവിടെ വരെ എന്ന് ചോദിച്ചാൽ, കൂട്ടുകാരനോടൊപ്പം കളിച്ച് ഓടി അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ ബാരിക്കേഡുകളുണ്ടാകും. അവിടെയാണ് ഒരു ചോദ്യം ഉള്ളിൽ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പ്രവേശനമില്ലാത്ത തരത്തിൽ അയോഗ്യതയുള്ള എന്തോ ഒന്ന് എന്നിലുണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ വരുന്നുണ്ട്. പിന്നീട് മറ്റു പല കാര്യങ്ങളിൽ ഇപ്പോൾ കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. സംഘർഷം ഉണ്ടാകുമ്പോൾ പലപ്പോഴും കളിച്ചാൽ അതിൻ്റെ പേരിൽ പണിഷ് ചെയ്യപ്പെടുന്നത് എപ്പോഴും എന്നെപ്പോലുള്ള ആൾക്കാരായിരിക്കും. അവരാണ് കുറ്റക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു. രണ്ടാമത് ഈ ഒരു 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അഭിസംബോധന രീതി മാറി തുടങ്ങി. കുട്ടികൾ നീ പുലയനാണ്, നിങ്ങൾ താണവരാണെന്നൊക്കെ പറയുന്നത് അത് അവരുടെ വീട്ടുകാർ പഠിപ്പിച്ചു കൊടുക്കുന്ന, മുലപ്പാലിനോടൊപ്പം ചുരുത്തി കൊടുക്കുന്ന ഒന്നാണ് ജാതിബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോധം കിട്ടുന്നതിനനുസരിച്ച്, കൂട്ടുകാരുടെ വളർത്തുന്നതിനനുസരിച്ച് ഞങ്ങളോടുള്ള, എന്നെപ്പോലുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ, അഭിസംബോധനയിൽ, അവർ പറയുന്ന വാക്കുകളിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അതുവരെ ഒന്നിച്ച് കളിച്ച് നടന്നവർ വളരെ പെട്ടെന്ന് നീ താണവനാണെന്നോ, നിങ്ങൾ പുലയരാണെന്നോ, അല്ലെങ്കിൽ നിങ്ങളിത് ചിലതിന് അയോഗ്യരാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരുതരം പ്രശ്നമുണ്ട്, പ്രകോപനമുണ്ട്. യങ് പ്രൊവോക്കേഷനാണ്. ഈ പ്രൊവോക്കേഷൻ പലപ്പോഴും ക്ലാഷായിട്ട് മാറും. എന്താണെങ്കിലും അത്തരം ക്ലാഷുകൾ എത്തിക്കുന്നത് എന്ന് പറയുന്നത്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോഴത്തേക്കിന് ഇവർ കാസ്റ്റ് കോൺഷ്യസ് ആയി വരുന്നു. കളിക്കുമ്പോൾ എന്നെ മാറ്റി നിർത്തുന്നു. എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ടീച്ചർ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ലക്ഷ്മിക്കുട്ടി,
നായർ സമുദായത്തിൽപ്പെട്ട ടീച്ചറാണ്. എൻ്റെ നാട്ടുകാരിയാണ്, ഗ്രാമത്തിലുള്ളവരാണ് നായർ സമുദായം. പലപ്പോഴും ഉത്തരം പറയാനായി ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോൾ നിന്നോട് ചോദിച്ചില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വളരെ ഇൻസൾട്ടാവുകയും. ഒരിക്കൽ അമ്മ റവന്യൂ ഉദ്യോഗസ്ഥയാണ്. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പഠിച്ച് അന്നത്തെ കാലത്ത് BA വരെ പഠിച്ച ഞങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാ ജാതികളിലും പെട്ടവരിൽ BA വരെ പഠിച്ചത് അമ്മ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയുടെ പശ്ചാത്തലമാണ്. അച്ഛനും വിദ്യാഭ്യാസമുള്ള ആളും, അച്ഛൻ്റെ അനുജൻ ഒരു പക്ഷേ പത്തനംതിട്ട ജില്ലയിലെ ആദ്യകാല MBBS ഡോക്ടർമാർ ഒരാളായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്യുകയും ഇളയച്ചൻ്റെ ഭാര്യ അണ്ടർ സെക്രട്ടറി ആയിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദളിതരിൽ നിന്നും ആദ്യ തലമുറ വിദ്യാഭ്യാസം കിട്ടിയ ഒരു കുടുംബ പശ്ചാത്തലമാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പട്ടിണി നിന്നല്ല എൻ്റെ ദളിതബോധം വന്നിരിക്കുന്നത്. ഞാൻ പട്ടിണി അനുഭവിച്ചിട്ടില്ല. പകരം ഈ സർക്കാർ ശമ്പളം കിട്ടി. അമ്മ കൊയിലാണ്ടി താലൂക്കിലാണ് അമ്മയ്ക്ക് ആദ്യം ജോലി കിട്ടിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ വലിയൊരു സംഭാവന മലബാറിനുണ്ട്. അമ്മ കൊയിലാണ്ടിയിൽ വന്ന് ജോലി ചെയ്തു. അപ്പോൾ ഇങ്ങനെ ശമ്പളം കൈനിറയെ കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം വാങ്ങിത്തരികയും മെച്ചപ്പെട്ട വസ്ത്രം നമുക്ക് അമ്മ വാങ്ങിത്തരിക, റെഡിമെയ്ഡ് ഡ്രസ്സും ഒക്കെ ധരിച്ച് അതങ്ങനെ വളരെ ഡീസൻ്റായിട്ടുള്ള ഒരു പാറ്റേണിലാണ് സ്കൂളിലേക്ക് ഞാൻ ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ ഗ്രാമത്തിലെ സമാന ഞങ്ങളുടെ SC വിഭാഗത്തിൽപ്പെട്ട പല കുട്ടികളും കൂലിവേലക്കാരായ മാതാപിതാക്കളുടെ മക്കളാണ്. വസ്ത്രധാരണത്തിലൊക്കെ ആ ദയനീയത അവരിൽ വരുമ്പോൾ അതിൽ നിന്ന് ഭിന്നമായി ഈ പറയുന്ന ജാതി മേധാവികളായ കുട്ടികൾ വരുന്നതിനോടൊപ്പം അവരെക്കാൾ മെച്ചപ്പെട്ട ഡ്രസ്സും അന്നത്തെ കാലത്ത് ഈ പറയുന്ന ഈ മെറ്റിൽ സൂട്ട് കേസ് പോലുള്ള പെട്ടി അതൊക്കെ പിടിച്ചാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഈ വെൽ ഡ്രസ്ഡായിട്ട് പെട്ടിയുമായിട്ട് സ്കൂളിൽ ചെല്ലുന്ന എന്നോട് എൻ്റെ ടീച്ചർ ചോദിക്കുന്നത്, നീ എവിടുന്ന് മോഷ്ടിച്ചതാണ് ഈ ഡ്രസ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാളുടെ ശരീരത്തിൽ ഇത്ര ഒരു വസ്ത്രം ചെറുപ്പകാലത്ത് സ്ഥാനം പിടിക്കണമെങ്കിൽ മോഷ്ടിച്ചതാകണം എന്ന് പറയുന്ന ഒരു ബോധം അവർക്ക് അറിഞ്ഞുകൂടാത്തതല്ല. അത് പരസ്യമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. ടീച്ചർക്ക് അറിയാം, പശ്ചാത്തലം അറിയാവുന്ന ആളാണ്. അപ്പോൾ ഈ രീതിയിൽ ഇൻസൾട്ടഡ് ആവുന്നു. അപ്പോൾ എനിക്കിത് ഈ അധ്യാപകർ തരുന്നതും ഈ നാട്ടിലിറങ്ങി നടക്കുമ്പം കളിച്ച് ചെറിയ തരത്തിലൊരു പരിക്ക് പറ്റുകയോ ഇങ്ങോട്ട് ഇടികൂടിയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ പേരിൽ വഴിയിൽ ഈ സവർണരായിട്ടുള്ള സഹപാഠികളുടെ രക്ഷകർത്താക്കൾ പിടിച്ചു നിർത്തുകയും കുട്ടികൾ തമ്മിലുള്ള കളിയിലെ തോൽവിക്ക് മുതിർന്നവരായ സവർണർ നമ്മളെ വിചാരണ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ എന്തിനാണ് അവനെ പിടിച്ചു തള്ളിയത്, അല്ലെ അവനെ അങ്ങനെ തോൽപ്പിച്ചത്, ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ജാതിയുടെ പേരിൽ തോറ്റു കൊടുക്കേണ്ടവരാണ് എന്നെപ്പോലുള്ളവരെന്ന് പറയുന്നൊരു പ്രശ്നം. അത് പക്ഷേ ഈ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ഒരു ന്യായം വിശ്വാസപരമായി അംഗീകരിക്കാൻ ഉള്ള പ്രായവും ഉണ്ടായിട്ടില്ല. അത് അംഗീകരിക്കേണ്ട കാര്യവും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനോട് റിപ്പൽഷനാകാൻ തുടങ്ങി ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള റിബേലിയസ് ആകുന്നതിന് ഗ്രാമം പറയുക അനുസരണക്കേട്, അഹങ്കാരി, അവൻ കണ്ടില്ലേ എന്നുള്ള നിലയിലുള്ള മുദ്രകൾ വീഴാൻ തുടങ്ങി. അതൊരവസ്ഥയിലെത്തിയപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രതികരിക്കും, നിങ്ങൾ മോശമാണെന്ന് പറയും. അപ്പോൾ അത് ഫിസിക്കലായി എല്ലാവരും വളഞ്ഞിട്ട് ആക്രമണങ്ങളായിട്ട് വരുന്നു. തിരിച്ച് ഞാൻ റിട്ടാലിയേറ്റ് ചെയ്യും. അതൊരു സ്വഭാവമാണ്. പൊതുവേ ദളിതരെ സംബന്ധിച്ചിടത്തോളം റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ഇൻസൾട്ട് സഹിക്കാൻ പറ്റത്തില്ല. അതിനോട് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നത് റിട്ടാലിയേറ്റ് ചെയ്യാണ്. ഈ റിട്ടാലിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പം എന്നോട് കാണിച്ച ജാതീയമായ വിവേചനങ്ങളോ അല്ലെ മുതിർന്നവരിൽ നിന്ന് കിട്ടിയ ഒരുതരം സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പെരുമാറ്റ രീതികളോ പുറത്തു വരാതിരിക്കുകയും അതിനോട് കലഹിച്ചുകൊണ്ട് ഞാൻ ഒരുപക്ഷെ പ്രതികരിച്ച കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ചിട്ട് ഞാൻ അപരാധിയാവുകയും ചെയ്തു. അങ്ങനെ എൻ്റെ സ്കൂളിൽ അസംബ്ലി നടക്കുമ്പോൾ പരസ്യമായി പത്തനംതിട്ട ജില്ല ഏറ്റവും വലിയ സ്കൂളാണ്, 100 കണക്കിന് കുട്ടികളുടെ മുമ്പിൽ സവർണനായിട്ടുള്ള അധ്യാപകൻ ചൂരവടി കൊണ്ട് എന്നെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. കാരണം നാട്ടിലെ പ്രമാണിമാരുടെ മക്കളെ ഞാൻ ഇതുപോലെ അവരോട് ഫൈറ്റ് ചെയ്തു എന്നും അവരിടിച്ചതിന് പകരം ഒന്നോണം അവരെ വേദനിക്കുന്ന രീതിയിൽ ഞാൻ തിരിച്ചിടിച്ചു എന്നതുമാണ് എൻ്റെ കുറ്റം. അങ്ങനെ എന്നെ അടിച്ചു. ഈ സ്കൂളിൽ പഠിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് സവർണ ശരീരങ്ങളെ നോവിച്ചതിന് എന്നെ 6ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഗ്രാമീണ സ്കൂൾ കൊടശനാട് ഗവൺമെൻറ് സ്കൂളിൽ നിന്നും പുറത്താക്കി. 6ാം ക്ലാസ്സിൽ വെച്ച്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് സ്കൂളില്ല. അതൊരു പണിഷ്മെൻ്റ് ആയിരുന്നു. പിന്നീട് 3.5-4 കിലോമീറ്റർ ദൂരെയാണ് പിന്നെ ഒരു സ്കൂളുള്ളത്. എൻ്റെ ഗ്രാമം കടന്നാണ്.
അത് പെരുമ്പിളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കരട്ടിവിള എന്ന് പറയുന്ന സ്ഥലത്ത് വിദൂരമായ ഗ്രാമത്തിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് എന്നെ ചേർക്കേണ്ടി വന്നു. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ഈ പറയുന്ന വലിയ നൊമ്പരങ്ങളും ഇത്തരം അനുഭവങ്ങൾ സമ്മാനിച്ച പ്രതിഷേധങ്ങളുമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊന്നും ഒരു കിടപ്പോ ന്യായമോ എന്തുകൊണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ എനിക്കില്ലാത്തൊരു കാലമാണ്, ബോധമില്ലാത്ത കാലമാണ്. പലപ്പോഴും അതിൻ്റെ പൊരുളുകൾ കൃത്യമായി പഠിപ്പിച്ചു തരാനും മാതാപിതാക്കൾ ശ്രമിക്കാറില്ല. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാതെ അതൊക്കെ പുറത്തു കളയുക, പഠിക്കാൻ നോക്കുക എന്ന് പറയുന്ന. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 7ാം ക്ലാസ്സിൽ ഞാൻ അപ്പം ദൂരെയാണ്. അപ്പോൾ 7ാം ക്ലാസ് വർഷാവസാന പരീക്ഷ എഴുതണമെന്ന് തയ്യാറെടുക്കുന്ന സമയം കൂട്ടുകാരുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും ഈ അല്ലാത്തപ്പോൾ ഞങ്ങൾ കൂട്ടുകൂടുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നായർ സമുദായത്തിൽപ്പെട്ട ഈ കുട്ടികൾ എല്ലാം പറയുന്നൊരു കാര്യം, അവരൊക്കെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതാറ്. അപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതിയാൽ അവർക്ക് വലിയ നിലയ്ക്ക് മാർക്ക് കിട്ടുന്നു, വലിയ അനുഗ്രഹമാണ്. നീ വരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്കും അതുവരെയൊന്നും അമ്പലത്തിൽ പോകുന്നത് പതിവല്ല ഞങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിൽ. കാരണം അതാണ് അന്ന് വർഷാവസാന പരീക്ഷയ്ക്ക് ഞാനും ആഗ്രഹിച്ച് അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അമ്പലക്കുളത്തിൽ കുളിക്കുകയാണ് അവരുടെ പതിവ്. ഈ അമ്പലക്കുളത്തിൽ കുളിക്കാൻ ഞാനും പോകുന്നു, തോർത്തും കൊടുത്ത് മറ്റു കുട്ടികളോടൊപ്പം. എൻ്റെ നാട്ടിലെ പെരുമ്പാലൂർ ഭഗവതി ക്ഷേത്രമാണ്. അത് നായർ ക്ഷേത്രമാണ്, പൂജാരിമാർ ബ്രാഹ്മണരാണ്. ആ ക്ഷേത്രത്തിലെ കുളത്തിലേക്ക് നായർ കുട്ടികളോടൊപ്പം എടുത്ത് ചാടി കുളിക്കുന്നു. ഈ സന്ദർഭത്തിൽ ബ്രാഹ്മണനായ പുരോഹിതൻ, പ്രായമുള്ള ബ്രാഹ്മണ പുരോഹിതൻ, ഞങ്ങളുടെ നാട്ടിലെ പൂജാരി, അദ്ദേഹവും കുളിക്കാനെത്തിയ സമയമായിരുന്നു. ആ സമയത്ത് ഒരിക്കൽ പോലും നായർ പുരുഷന്മാർക്ക് പോലും ആ സമയത്ത് തീണ്ടാൻ പാടില്ല. അവർ കുളിച്ചുകൊണ്ടിരുന്നാൽ പോലും ഒലവാലെ കയറി കരയ്ക്ക് നിൽക്കണം. അങ്ങേ കടവിൽ, ഓപ്പോസിറ്റ് കടവിലെ സ്ത്രീകൾക്ക് മാത്രം പെർമിറ്റഡ് ആണ് കുളിക്കാൻ. കൗബീന വസ്ത്രധാരിയായിട്ടാണ് ഈ പൂജാരി കുളിക്കാറ്. അപ്പോഴും അതാണ് അവസ്ഥ. ഈ നിയമങ്ങളെക്കുറിച്ച് ആ നിയമം ലംഘിച്ചാൽ എന്തെങ്കിലും വലിയ പാപമാണെന്നൊന്നും പറയുന്നൊരു ബോധം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്ത് ചാടുകയും പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തു. അത് വലിയൊരു ക്രൈമായി മാറി. വലിയ നിലയ്ക്ക് എന്നെ അവർ അപമാനിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു, ആക്ഷേപിച്ചു. അന്ന് വൈകുന്നേരം അമ്പലത്തിലെ പ്രധാനപ്പെട്ടവർ വീട്ടിൽ വന്ന് വാണിങ്ങി തന്നു. ഇതുപോലെ കുളം തീണ്ടിയതല്ല പ്രശ്നം, പൂജാരി കുളിക്കുമ്പോൾ പുലയനായ നിങ്ങളുടെ മകൻ തീണ്ടാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതാണ്. എന്താണെങ്കിലും അത് വലിയ മനസ്സിലേറ്റ ഏറ്റവും വലിയൊരു മുറിവാണത് എനിക്ക്. അന്ന് നിർത്തിയതാണ് ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോകുന്നതും, ഒരു ഹൈന്ദവ ക്ഷേത്ര പശ്ചാത്തലത്തിൽ പോയി ഒരു ദൈവത്തെ തൊഴുന്നതും അന്ന് അവസാനിച്ചു. ഇന്ന് ഇത്ര വയസ്സാകുന്നു, മോർ ദാൻ 50 years നൗ. ഒരു അമ്പലവും പിന്നെ ഞാൻ അങ്ങനെ സന്ദർശിക്കുകയോ തൊഴുതിട്ടോ ഇല്ല. എൻ്റെ അമ്പലവിശ്വാസം കളഞ്ഞ ഒരനുഭവമായതുകൊണ്ട് ഒരർത്ഥത്തിൽ നൊമ്പരവും ഇന്നത്തെ പുതിയ ബോധത്തിൽ നിന്നോട് ചിന്തിക്കുമ്പോൾ അതൊരു അനുഗ്രഹവുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞത് എന്തായാലും പരീക്ഷ എഴുതി പാസ്സായി, അത് വേറെ കാര്യം. ഇത്തരം അനുഭവങ്ങളാണെന്നാണ് ഞാൻ വളർന്നു വന്നത്. പിന്നീട് എനിക്ക് കാണുന്നത് ചില മോഷണങ്ങൾ, അപ്പം കാർഷിക വിഭവങ്ങൾ മോഷണം പോകുന്നത് ഗ്രാമത്തിൽ പതിവാണ്. ആ മോഷണത്തിനകത്ത് എല്ലാ ജാതിയിലും പെട്ടവർ, ചെറുപ്പക്കാർ അന്നത്തെ കാലത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പം ഗ്രാമീൺ പഴയ വില്ലേജ് എക്കണോമിയാണ്. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങൾക്ക്, കള്ള് കുടിക്കാനായിരിക്കും, മറ്റു കാര്യങ്ങൾക്കായി, സിനിമ കാണാനായിരിക്കും പണം കണ്ടെത്തുന്നത് ഇത്തരം ചില വഴിവിട്ട കാര്യത്തിൽ ചെറുപ്പക്കാർ. പക്ഷേ ഇത് പിടിക്കപ്പെട്ടാൽ മോഷണം മുതൽ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആരോപണം വന്നാൽ ആ നാട്ടിലെ ദലിത് ചെറുപ്പക്കാരുടെ മേലേക്കാണ് ഈ സംശയത്തിൻ്റെ നിഴൽ വരുന്നതും വേട്ടയാടപ്പെടുന്നതും. അങ്ങനെ എൻ്റെ അമ്മാവൻ്റെ മകൻ സോമൻ എന്നാണ് പേര്. ആ സോമൻ മോഷ്ടിക്കാതെ, പക്ഷേ ഒരു നായർ യുവാവ് മോഷ്ടിച്ചതിൻ്റെ വഴി സോമൻ്റെ മേലെ ആരോപിക്കുകയും ശിക്ഷ വിധിക്കാനെന്ന് ഗ്രാമീണ സമ്പ്രദായത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രമാണിയായ നായർ പ്രമാണിയുണ്ട്. അയാൾ മരത്തിൽ ഇയാളെ കെട്ടിയിട്ട് ഭീകരമായി മർദ്ദിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അതിനോടൊക്കെ എനിക്ക് ഭയങ്കരമായ ആങ്കറുണ്ട്. ഇത്രയും ഞാൻ ബാല്യകാല അനുഭവങ്ങൾ പറഞ്ഞത് ഞാൻ വടകര വന്നപ്പോൾ എൻ്റെ ഒരു പ്രീഡിഗ്രി പ്രായം സുഹൃത്തുക്കളോട് പരിചയപ്പെടുന്നു. അവരാരും അത്ര ജാതി കോൺഷ്യസ് അല്ല.
എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയത് വ്യത്യസ്തമായ അതാണ്. തീയന്മാരുണ്ട്, നായന്മാരുണ്ട്, ബ്രാഹ്മൺ കുട്ടികളുണ്ട്, ക്രിസ്ത്യനുണ്ട്, മുസ്ലിമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒന്നും ഇടയിൽ ഓരോ വ്യക്തി ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് പറയുന്നൊരു പ്രശ്നം ഗൗരവതരമായി എൻ്റെ വടകര JTS ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല എന്നത്. ഇത് ഒരു 1981 82 കാലഘട്ടമാണ്. അപ്പം ആ ഒരു കാലഘട്ടമാണ്. ആ കാലത്ത് അങ്ങനെ അവിടെയല്ല സംഗതി. അപ്പോൾ എനിക്ക് കൂട്ടുകാരുണ്ടായി, വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ടായത് ഈ വടകര വന്നപ്പോഴാണ്. മറ്റത് ഇൻറ്റിമസിക്ക് ജാതി ഒരു തടസ്സമാണ്. ഇവിടെ ആ തടസ്സം ഉണ്ടായില്ല. ഒന്ന്, പിന്നെ CH കണാരൻ സാറിൻ്റെ മകൻ ശശി സാറിൻ്റെ ചേട്ടൻ്റെ ലൈബ്രറി, മനീഷ കോളേജ്. അപ്പോൾ ഈ മനീഷ കോളേജിൻ്റെ ലൈബ്രറി ഒന്ന്. രണ്ടാമത് വടകര നാരായണ പിന്നെ അവിടെ നഗരത്തിൽ വരുമ്പോൾ നഗരത്തിലൊരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ മറ്റൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥശാലയിലേക്ക് വലിയ നിലയിൽ നമുക്ക് പ്രവേശനം കിട്ടുന്നു. പിന്നീട് ഒരു റാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ വലിയ സ്വാധീനം. ഒന്ന്, ഇടതുപക്ഷ രാഷ്ട്രീയം. രണ്ട്, യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ വിപുലമായ പ്രസൻസ്. ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വടകരയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ വായിക്കാൻ എന്ത് കിട്ടിയാലും വായിക്കുന്ന സമയത്ത് വടകരയിലൂടെ സഞ്ചരിക്കും. ബുക്ക് സ്റ്റാളുകൾ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു പക്ഷേ അന്ന് ഉണ്ണിക്കാക്കനാട് എഡിറ്ററായി തൃശ്ശൂരിൽ നിന്ന് പബ്ലിഷ് ചെയ്യപ്പെടുന്ന പിന്നെ യുക്തിരേഖയുടെ യുക്തിവാദിയാണ്. പിന്നീടാണ് യുക്തിരേഖ വരുന്നത്. യുക്കലാദാൻ്റെ യുക്തിരേഖ വരുന്നത് പിന്നീടാണ്. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് യുക്തിവാദിയാണ്. അപ്പോൾ അതിലേക്കൊരു വരവുണ്ട്, യുക്തിവാദ സാഹിത്യങ്ങൾ. കാരണം അതിൻ്റെ ഈ ജാതി വിമർശനം, വിശ്വാസം പോയി. കാരണം ആകെയുള്ള വിശ്വാസം ഹിന്ദുത്വമാണ്. അത് പോകുമ്പോൾ പിന്നെ അവിടെ വേറെ ഒന്നും നികത്തിട്ടില്ല. അപ്പം പിന്നെ ആ വിശ്വാസം പോകുന്നിടത്ത് പിന്നെ വരുന്നത് ബദലായ ഒരുതരം ശാസ്ത്രചിന്തയും യുക്തിചിന്തയ്ക്കാണ് ഇടമുള്ളത് എന്നെപ്പോലുള്ള ഒരാൾക്ക്. അതിന് വികസിക്കാനുള്ള സാഹിത്യം സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടെത്തുന്നത് ഈ പറയുന്ന യുക്തിവാദിയിലാണ്. ഉണ്ണിക്കാക്കനാടിൻ്റെ യുക്തിവാദിയാണ് ആദ്യം വായിക്കുന്നത്. ആ വായന പിന്നീട് മുന്നോട്ട് പോകുന്നത് വടകര ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ് യഥാർത്ഥ നെസസിറ്റി ഓഫ് എത്തിസം ഞാൻ വായിക്കുന്നത്. ബെർട്രാൻഡ് റസ്സലിൻ്റെ വൈ ആർ നോട്ട് എ ക്രിസ്ത്യൻ വായിക്കുന്നത് വടകര ആയതുകൊണ്ടായിരിക്കാം. ഇത് സ്കൂൾ ലൈബ്രറിയിലുണ്ട്. ഗോറയുടെ പുസ്തകം വായിക്കുന്നു. A.T. കോവിലിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിക്കുന്നു. ഇടമറുകിൻ്റെ ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയല്ല, വൈ ആർ നോട്ട് എ ക്രിസ്ത്യൻ എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരിക്കുന്നില്ല എന്ന് വായിക്കുന്നു. കലാനാഥൻ, പവനൻ. അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലുള്ള ഞാൻ അനുഭവിക്കുന്ന വിവേചനത്തിനും ജാതിക്കും ആ നിലയ്ക്കുള്ള കാര്യങ്ങളുടെ എല്ലാം മറുപടികൾ, അത് ഞാൻ വെറുക്കുന്ന സംഗതികളോടുള്ള വിമർശനങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നത് അത്തരം കൃതികളിലാണ്. അപ്പോൾ അത് എന്നെ വളരെയധികം ആകർഷിച്ചു. പിന്നീട് ഞാൻ ഈ വീടുകളിൽ പോകാൻ തുടങ്ങി. കൂട്ടുകാരോടൊപ്പം വീടുകളിൽ പോകുമ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും അവർ പെട്ടെന്ന് വീട്ടിൽ പ്രവേശനം, അവിടെ എൻ്റെ കളറ്, അപ്പോൾ ഞാൻ ബ്ലാക്കാണ്, കണ്ടാൽ തന്നെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും ഇന്നും അതിൽ അഭിമാനിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എൻ്റെ കളറുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ പ്രകടമാക്കുന്ന ഒരു നിറവും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ നിറം എൻ്റെ ഗ്രാമത്തിൽ അകറ്റി നിർത്താൻ ഒരു അയോഗ്യതയാണെങ്കിൽ, അങ്ങനെ ഒരു അയോഗ്യത വടകരയിലെ ഗ്രാമങ്ങളിൽ ഓർക്കാട്ടേരി പോയാൽ അല്ലെങ്കിൽ കുറ്റ്യാടി പോയാൽ, എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു കുറ്റ്യാടി, അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു അയോഗ്യതയില്ല. അപ്പോൾ ഈ മണ്ണിന് കുറച്ചുകൂടെ ഒരു സമത്വാധിഷ്ഠിതമായ സമഭാവനയുടെ വ്യക്തിയൊരു സംസ്കാരം എനിക്ക് സമ്മാനിക്കുന്നു. പഞ്ചസാര കലക്കി ഉള്ളി അരിഞ്ഞിട്ട വെള്ളം സമർത്ഥമായ വീടുകളിൽ നിന്ന് കുടിക്കുകയാണ്. അതാണ് ഈ അനുഭവങ്ങളുടെ ഒരു സംഘർഷം. എന്നിലും ഇങ്ങനെ അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും അയൽക്കാരാൽ സ്വീകരിക്കപ്പെടാനും കഴിയുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു ഐഡൻറ്റിറ്റി എന്നിലും ഉണ്ട് എന്ന ബോധമാണ് എനിക്കിവിടെ വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് അവിടെയും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കുഴപ്പമല്ല, എന്നോടങ്ങനെ പെരുമാറിയവരുടെ പ്രശ്നമാണെന്നുള്ള ഒരു ബോധ്യമാണ് എൻ്റെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. ഇനി അവിടുന്ന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായി അധ്യാപകരില്ലായിരുന്നു. അപ്പോൾ അധ്യാപകർ ഡെപ്യൂട്ടേഷനിലായിരുന്നു വന്നത്. മടപ്പള്ളി ഗവൺമെൻറ് കോളേജിലെ അധ്യാപകരാണ് ഞങ്ങൾക്ക് ഡെപ്യൂട്ടേഷൻ ഒന്ന് ക്ലാസ് എടുത്തത്. ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നു കടത്തനാട് നാരായണ സാറിനോട്. അദ്ദേഹത്തെ പോലുള്ളൊരു സാഹിത്യ പ്രതിഭ. അദ്ദേഹം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ബാലൻ സാറ്, അതുപോലുള്ള അധ്യാപകർ, നാരായണൻ സാർ, ഇങ്ങനെ ഈ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിലെ അധ്യാപകരാണ്
രാഷ്ട്രീയം കൊണ്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള അനുഭവം എന്ന് പറയുമ്പോൾ വളരെ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. നമ്മൾ പിൽക്കാലത്ത് ഈ വിമർശനാബോധത്തോടു കൂടി കാര്യങ്ങളെ കാണണം, പഠിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഈ അധ്യാപകർ അത്തരത്തിലൊരു പെർസ്പെക്റ്റീവ് തരുന്നവരായിരുന്നു. ക്ലാസ് റൂം പാഠങ്ങൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ, സാമൂഹ്യ വിമർശനങ്ങൾ, ഇതൊക്കെ അടങ്ങിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ കടത്തനാട് താൻസാട്ടായി എന്നൊക്കെ അത്തരം ഒരു സാഹിത്യപരമായ സ്പർശനം ഈ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്ന, മുതലാളിത്തത്തിനെതിരായ, ജാതിക്കെതിരായ, അന്ധവിശ്വാസങ്ങളെ വിമർശിക്കുന്ന ഒരു ബോധന രീതിശാസ്ത്രവും കൂടി എനിക്ക് വളരെ എന്നിലെ ഒരു സോഷ്യൽ ഇതുണ്ടല്ലോ പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിച്ചു. ഇനി ഞാൻ ബബരാജ് സാർ പറഞ്ഞതിലേക്ക് വരുമ്പോൾ ഈ ഒരു ആശയത്തിലേക്ക് വരുന്നൊരു വഴി എന്ന് പറയുന്നത്, ഒന്ന് തുടർ പഠനം വരാം. അവിടുന്ന് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് വടകര പഠിച്ചു. പക്ഷെ വടകര പിന്നെ ഈ കോട്ടപ്പുറത്തെ ബുക്ക് സ്റ്റാളിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം തൂങ്ങിക്കിടക്കുന്നു. അതൊരു ചെറിയ മാസികയാണ്, കെട്ടുമട്ടമൊന്നുമില്ലാത്തതാണ്. അത് ഞാൻ നോക്കുമ്പോൾ ദലിത് വോയിസ് എന്നാണ്. അപ്പോൾ VT രാജശേഖരാണ് എൻ്റെ എഡിറ്റർ. അന്ന് ₹1.25 അതിന് വിലയുള്ളൂ. അത് കൗതുകം കൊണ്ട് അത് മേടിക്കുന്നു, വായിക്കുന്നു. അങ്ങനെ VTRനെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നീട് ദലിത് വോയിസ് കണ്ടിട്ട് ഇത് അവിടെ അതുപോലുള്ള കുറേ സാഹിത്യങ്ങൾ അവിടെ കൊണ്ട് വെക്കുന്നത് ഒന്ന് ഗോപിനാഥ് മേപ്പയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മേപ്പയിലുള്ള ഗോപിനാഥ്, അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായി മേപ്പയിൽ ഗോപിനാഥിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അംബേദ്കർ ദലിത് സാഹിത്യങ്ങളുടെ ഒരു വലിയ കലവറ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റോബർട്ട് ഗ്രീൻ ഇംഗർസോളിനെ ആരാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ, അറിയാമല്ലോ, യുക്തിവാദിക്കകത്ത് അല്ലെ പിന്നീട് യുക്തിരേഖയ്ക്കകത്ത് റോബർട്ട് ഇംഗർസോളിൻ്റെ പ്രസംഗങ്ങളെ വിവർത്തനം ചെയ്തത് ഗോപിയണ്ണനായിരുന്നു. അപ്പോൾ അത് വളരെ ഭയങ്കരമായ എന്നെ ആകർഷിച്ചു. അദ്ദേഹം ഒരു വലിയ കലവറയാണ്. അംബേദ്കറെ കാണുന്നത്, ബാബാ സാഹിബിൻ്റെ തടിച്ച പുസ്തകങ്ങൾ അന്നത്തെ കാലത്ത് കണ്ടത് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇറക്കുന്നതിന് മുമ്പ് നമ്മുടെ സുപ്രീം കോടതി വക്കീൽ ഇറക്കിയിരുന്നു, ഭഗവൻ ദാസ്. ആ ഭഗവൻ ദാസിൻ്റെ പരമ്പര ഗോപിനാഥിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ച ഒരു വലിയ ആയുധപ്പുരയിലേക്കാണ് എന്നെ എത്തിക്കുന്നത്. രണ്ടാമത് ഞാൻ കണ്ടെത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതേപോലെ കേരള യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ വ്യക്താവായും ഇത്തരം സാഹിത്യങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടും വി പ്രഭാകരനാണ്. പ്രഭാകരൻ വരപ്പുറത്തിനെ കാണുന്നു. അപ്പോൾ നമുക്കൊരു നമ്മൾ കൊണ്ടു നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാമുള്ളൊരു ഉത്തരവും അതിനൊക്കെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് പിന്നെ യഥാർത്ഥത്തിൽ വി പ്രഭാകരൻ വരുന്നത്. ആ പരിചയം വടകരയിൽ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് പഠിക്കാൻ എഞ്ചിനീയറിംഗ് പഠനത്തിന് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ കോഴിക്കോട് ഈ പാളയത്തുള്ള ചിന്താവളപ്പിലെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ, ഭാര്യ പോലീസ് ഉദ്യോഗസ്ഥയായതുകൊണ്ട് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് താമസിക്കുന്ന പ്രഭാകരൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു ലൈബ്രറിയും വേറൊരു വൈജ്ഞാനിക കേന്ദ്രവുമാണ്. എന്താണെങ്കിലും വടകരയിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണല്ലോ പഠിച്ചു വരുന്നത്. അതുകൊണ്ട് ഇനി അതിൻ്റെ തുടർച്ചയെന്നോണം എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെയാണ് കോഴിക്കോട്, അന്ന് REC ആണ്, ഇന്ന് NIT ആണെങ്കിലും RECയിൽ അപേക്ഷിക്കുന്നതും. ഞാൻ 1986 REC ബാച്ചിൽ BTechന് സിവിൽ ഡിസിപ്ലിനിൽ ബ്രാഞ്ച് എടുത്ത് പഠിക്കുന്നതും. അങ്ങനെ BTechലേക്ക് വരുന്നു. അത് പിന്നീടുള്ള മറ്റൊരു ഘട്ടത്തിലേക്കുള്ളൊരു പ്രവേശനമാണ്. ആ സമയത്ത് ആദ്യമായിട്ട് ആയിരിക്കുമല്ലോ ഒരു പക്ഷേ അംബേദ്കറായിട്ട് ഒരു വിദ്യാർത്ഥി യൂണിയൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന RECയിൽ വരുമ്പോഴാണ് വേറൊരു അനുഭവമാണ് REC തരുന്നത്. വടകര എനിക്കൊരു പറഞ്ഞല്ലോ, എന്നെ രൂപപ്പെടുത്തിയ, എന്നിലെ ഒരു വ്യക്തിത്വത്തെ വീണ്ടെടുത്ത, ജാതി സമ്മാനിച്ച അപകർഷതയെ മറികടന്ന് സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു പുതിയ ലോകം എനിക്ക് സമ്മാനിച്ച ഒന്നാണ് വടകര ജീവിതം എന്ന് പറയുന്നത്. അത് 2 വർഷത്തെ കോഴ്സ്, ആദ്യ ബാച്ച് ആയതുകൊണ്ട് 3 വർഷം എടുത്തപ്പം 3 വർഷം വടകരയുടെ മണ്ണിൽ ജീവിക്കാൻ കിട്ടിയ ഭാഗ്യം എന്നെ. അപ്പോൾ തിരുവിതാംകൂറല്ല എന്നിലെ സാമൂഹ്യ പ്രവർത്തകനെ യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് മലബാറിൻ്റെ ഈ പറയുന്ന ഇഗാലിറ്റേറിയനായിട്ടുള്ളൊരു കൾച്ചറാണ്, ഒരു മൾട്ടി കൾച്ചറൽ ഒരു സാഹചര്യമാണ്. എന്താണെങ്കിലും വടകരയിൽ നിന്ന് RECയിൽ വരുന്നു. REC എനിക്ക് സമ്മാനിക്കുന്നത് ഒരു ഇന്ത്യൻ അനുഭവമാണ്. കാരണം ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടുകാരുണ്ടാകുന്നു. അതിൽ സ്വാഭാവികമായിട്ടും ദലിത് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും കർണാടക, അതേപോലെ തമിഴ്നാട്,
മഹാരാഷ്ട്ര, പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ദലിത് OBC സ്റ്റുഡൻസിനോടൊപ്പം പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, ഹോസ്റ്റൽ ജീവിതത്തിൽ ബീഹാറിൽ നിന്നും UP-യിൽ നിന്നും ഒക്കെയുള്ള, മധ്യപ്രദേശിൽ നിന്നൊക്കെയുള്ള വലിയ ജന്മി കുടുംബത്തിൽ നിന്നുള്ള സവർണ വിദ്യാർത്ഥികളുടെ ഒരുതരം പെരുമാറ്റ രീതിയും, ഇപ്പുറത്ത് സമാനമായി സാമൂഹ്യ അനുഭവങ്ങളുള്ള ദലിത് വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളും കൂടി. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഒരു അംബേദ്കറൈറ്റ് കോൺഷ്യസ്നസ് അടുത്തൊരു ഘട്ടത്തിലേക്ക് കുറച്ചുകൂടെ നമ്മളിലുണ്ടാകുന്നത്. പ്രധാനമായും മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ധാരാളം ദലിത് ലിറ്ററേച്ചർ കൊണ്ടുവന്നിരുന്നു ഇംഗ്ലീഷിൽ. നാം ദേവദാസലിൻ്റെയും അതേപോലെ അർജുൻ ഡാംഗ്ലെയുടെയും ശരൺകുമാർ ലിംബാലയുടെയും പിന്നീട് അരുൺ കാംബ്ലെ, അങ്ങനെ അവിനി കാംബ്ലെ, ഇങ്ങനെ തുടങ്ങിയ ദലിത് അന്നത്തെ കാലത്ത് ഒരു 70കളിൽ മഹാരാഷ്ട്രയിൽ രൂപപ്പെട്ടു വന്ന ദലിത് പാന്ത പ്രസ്ഥാനമുണ്ട്. അമേരിക്കൻ ബ്ലാക്ക് പാന്ത പ്രസ്ഥാനത്തിൽ മാൽക്കം എക്സിൻ്റെയും സ്റ്റോക്ലി കാർമൈക്കിൾ, അതുപോലെ ഹെപ്പി ന്യൂട്ടൺ പോലെയുള്ള ബ്ലാക്ക് അമേരിക്കൻ റവല്യൂഷണറി മൂവ്മെൻറ്റാണ് ബ്ലാക്ക് പാന്തർ. ഈ ബ്ലാക്ക് പാന്തറിൻ്റെ ഇൻഫ്ലുവൻസിലാണ് 70കളിൽ മഹാരാഷ്ട്രയിൽ ദലിത് പാന്തർ ഉണ്ടാകുന്നത്. ഈ പാന്തറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വന്ന കുട്ടികളാണ് RECയിൽ വരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായി വരുന്നത്. അവരിൽ നിന്ന് ദലിത് ലിറ്ററേച്ചർ കിട്ടുന്നു. അത് പുതിയൊരു സംഭവമാണ്. കാരണം ഒരു കാര്യങ്ങളെ ജാതിക്കെതിരായിട്ടുള്ള ഒരു വിമോചന പ്രസ്ഥാനത്തിൻ്റെയും അംബേദ്കർ ആശയങ്ങളെ ശരിയായ തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് ഇനി മുന്നോട്ടുള്ള ഒരു ദലിത് യൂത്തിന് അല്ലെ ദലിത് യുവതലമുറയ്ക്ക് അവന് കൂടുതൽ ആത്മവിശ്വാസം തരുന്നതും നമ്മളെ സ്വാശ്രയമാക്കുന്നതും നമ്മുടെ വിമോചനത്തിന് ആശ്രയിക്കാവുന്നതുമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതി അംബേദ്കറുടെ ചിന്താ പദ്ധതിയാണ് എന്നൊരു ബോധ്യം ഞങ്ങളുടെ ആ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നുമാണ് ഞങ്ങൾ 1986-ലാണ് REC വരുന്നത്. ആ വർഷം തന്നെ 1986-ൽ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടിയിരിക്കുകയും അതിൽ ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അംബേദ്കറൈറ്റ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, ASMI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഞങ്ങൾ 86-ൽ REC രൂപം കൊടുത്തു. അപ്പോൾ അന്ന് തന്നെ നോക്കണം, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അംബേദ്കറൈറ്റ് എന്ന് സ്വയം അഭിസംബോധന ചെയ്യാൻ വിശേഷിപ്പിക്കുന്ന ഒരനുഭവം ഉണ്ടായി. ഞാൻ പ്രവർത്തിക്കുന്ന ആദ്യത്തെ പ്രസ്ഥാന രൂപം ഈ ASMI-യാണ്. ഞാൻ SFIയിൽ പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ KSUവിൽ പ്രവർത്തിച്ചിട്ടില്ല, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ആദ്യം മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്നത് ഞാൻ കൂടി രൂപീകരിച്ച അംബേദ്കറൈറ്റ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയിലാണ്. അങ്ങനെയാണ് ASMI ഉണ്ടാകുന്നു. ആ ASMI അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടുകയും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൂടുന്നു. ആ കൂട്ടായ്മകളിലേക്ക് പ്രഭാകരേട്ടൻ പലപ്പോഴും വന്നിട്ടുണ്ട്. ഏതാണ്ട് അത്തരത്തിലൊരു ഈ ഞങ്ങളുടെ ഇങ്ങനെ ചർച്ചകളും ഈ സാഹിത്യ വായനയും ഈ കുട്ടികളൊക്കെ കൊണ്ടുവന്ന ജന്തക് ലേഖർ, പഞ്ചാബിൽ നിന്ന് ഇറങ്ങുന്ന ജന്തക് ലേഖർ, അതേപോലെ LR ബെല്ലിയുടെ ചില പ്രസിദ്ധീകരണങ്ങൾ ആന്ധ്രയിൽ നിന്ന് വരുന്നു. ഇതിൻ്റെ എല്ലാം വിപുലമായ വായനയിലൂടെ മൊത്തത്തിൽ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചും ഈ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെയുള്ള വ്യത്യസ്തമായൊരു പക്ഷം, അതുവരെ ചരിത്രത്തിൽ ചില പക്ഷങ്ങളെന്ന് പറയുന്നത് ഇടതുപക്ഷ ചരിത്ര വായന, രണ്ടാമതൊരു സവർണപക്ഷ ചരിത്ര വായനയാണ്. ഇത് രണ്ടുമല്ലാത്ത ഒരു അവർണപക്ഷ, ഒരു അംബേദ്കറൈറ്റ് പക്ഷ ചരിത്ര അവബോധം രൂപപ്പെട്ടു വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതിന് വി പ്രഭാകരനും ഒക്കെ സഹായിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ആ പശ്ചാത്തലത്തിൽ പറയാനുണ്ട്. 1985-86 കേരള ഇത്യോക സംഘത്തിൻ്റെ പിന്നെ കോഴിക്കോട് ജില്ലാ സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നു. ഇത്യോക സമ്മേളനമാണെങ്കിലും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കർണാടക റാഷണലിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ VT രാജശേഖറാണ്. അപ്പോൾ അന്ന് അദ്ദേഹം കർണാടക രാഷ്ട്ര അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ ദളിത് വോയിസിൻ്റെ എഡിറ്ററുമാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദളിത് വോയിസ് ഞാൻ പറഞ്ഞല്ലോ, കണ്ടു വായിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു സംഘം എൻ്റെ കൂട്ടുകാരുമായിട്ട്, അവർ തീയ സമൂഹത്തിൽപ്പെട്ടവരാണ് കൂടുതലും കൂട്ടുകാരായിട്ട്, ഈ ചിന്ത ഇഷ്ടപ്പെട്ടു വന്നവരിൽ അതുണ്ട്. അപ്പോൾ അനിൽകുമാർ ഇന്നൊരു ഹോമിയോ ഡോക്ടറാണ്. അനിൽകുമാർ വടകരയുമായിട്ട് ഞങ്ങളൊരു സംഘമായിട്ട് പിന്നെ ഈ യുവ സമ്മേളനം കാണാൻ വരുന്നു. VTRയുടെ പ്രസംഗം കേൾക്കുന്നു. ആ പ്രസംഗം പിന്നീട് പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. റിസൈറ്റ് ഫോർ റെവല്യൂഷൻ, വിപ്ലവത്തിനൊരു കുറിപ്പടി എന്ന് പറഞ്ഞ് അത് മലയാളീകരിച്ചിട്ടുണ്ട് വി പ്രഭാകരൻ. അപ്പോൾ വളരെ കൃത്യമായ ഒരു റവല്യൂഷണറി ഔട്ട്ലുക്ക് ആ പ്രസംഗത്തിലൂടെ കിട്ടുകയും ആ പ്രസംഗത്തിന് ശേഷം ആ യുവ സമ്മേളനത്തിൽ ഒരു സംവാദം ഉണ്ടായിരുന്നു. ആ സംവാദം ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന തലക്കെട്ടിലുള്ള ഒരു സംവാദമായിരുന്നു. അപ്പോൾ എന്തായാലും അത് കേൾക്കാൻ തീരുമാനിച്ചു. അത് കേൾക്കുമ്പോൾ ആ സംവാദത്തിൽ പങ്കെടുത്ത ഒരാളുടെ പേര്
TK നാരായണൻ എന്നാണ്. അദ്ദേഹം വന്നത് തിരുവനന്തപുരത്തു നിന്നുമാണ്. തിരുവനന്തപുരം പട്ടത്തെ ചിത്രാനഗർ കോളനിയിൽ നിന്ന് വന്ന ഒരാളാണ്. പ്രസംഗം കേട്ടപ്പോൾ സെക്കുലറിസം, ഡെമോക്രസിയുടെ അമേരിക്കൻ ഹിസ്റ്ററി, തോമസ് ജാഫേഴ്സിനെയും ജെയിംസ് മാഡിസനെയും ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ കോട്ട് ചെയ്തിട്ട് പാശ്ചാത്യ ജനാധിപത്യവും ഇന്ത്യൻ ഡെമോക്രസിയുടെ ആവിർഭാവവും അതിൻ്റെ ചലഞ്ചുകളുമൊക്കെ സമർത്ഥമായി ഡിബേറ്റ് ചെയ്യുന്ന ഈ TK നാരായണനെ കേൾക്കേണ്ടി വരുന്നു. അതെന്നെ വളരെയധികം ആകർഷിക്കുന്നു. ഇദ്ദേഹം വളരെ ബ്ലാക്കായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഒരു ദളിത് പശ്ചാത്തലം. പുറത്തു വന്നപ്പോൾ ഞാൻ ആവേശത്തോടു കൂടി ഇദ്ദേഹത്തെ PTRനെയും ഇദ്ദേഹത്തെയും പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ബാബാ സാഹേബ് അംബേദ്കറുടെ അവസാന നാളുകളിൽ ഡൽഹി സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്ത ഒരു മലയാളിയായ ദലിതനാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ BA കേരളത്തിലെ തിരുവിതാംകൂറിൽ ആദ്യം BA പാസ്സായ ഒരു പുലയനാണ്. അന്ന് സർട്ടിഫിക്കറ്റുമായി ചെന്നപ്പം തിരുവനന്തപുരത്ത് സവർണരായ രാജാവുമൊക്കെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറി. അങ്ങനെ ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം ജോലി സമ്പാദിക്കുകയാണ്. ആ സമ്പാദിക്കുന്ന അന്ന് KN രാജനെ എന്തോ കണ്ട് അദ്ദേഹം ഒരു കത്ത് കൊടുക്കുമോ, സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ഡൽഹിയിലെത്തുന്നത്. അപ്പം ബാബാ സാഹേബ് അംബേദ്കറെ പലപ്പോഴും നേരിട്ട് അനുഭവിക്കാനും വീട്ടിൽ പോകാൻ അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ ഇദ്ദേഹമാണ് ഈ വന്നത്. അതും വലിയ നിലയ്ക്കുള്ളൊരു സംഭവമായി. പിന്നീട് ഈ അംബേദ്കർ തോട്ട്സിൽ എന്നെ ഷെയ്പ്പ് ചെയ്തെടുത്ത, ശരിക്കും ടീച്ച് ചെയ്ത അധ്യാപകരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ഗോപിനാഥൻ മേപ്പയിലും പ്രഭാകരനും TK നാരായണനും VT രാജശേഖറും രാജു തോമസ് എന്ന് പറയുന്ന മദ്രാസിൽ നിന്നുള്ള മറ്റൊരു അംബേദ്കറൈറ്റും, അദ്ദേഹം മരിച്ചുപോയി, വലിയ അംബേദ്കറൈറ്റാണ്. അംബേദ്കറിസത്തിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റിന് രജിസ്റ്റർ ചെയ്ത് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു തണലിലാണ് ഈ പറയുന്ന ദളിത് പാന്തർ മൂവ്മെൻറ്റിൻ്റെ ഒരു കേരളീയമായ ഒരു പ്രഖ്യാപനം 88 നടക്കുന്നത്. RECയിലാണത്. ഞങ്ങൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് RECയിലാണ് ദളിത് പാന്തർ മൂവ്മെൻറ്റിൻ്റെ ഒരു ആദ്യ ഘടകത്തിൻ്റെ രൂപീകരണം നടക്കുന്നത്. പിന്നീടത് കോളേജിൽ നിന്ന് RECയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് മണാശ്ശേരി കോളേജിലേക്കും അമ്പാട് MES കോളേജിലേക്കും ഗുരുവായൂരപ്പൻ കോളേജിലും അതേപോലെ ഫറൂഖ് കോളേജിലുമൊക്കെയുള്ള ദളിത് വിദ്യാർത്ഥികളെ, മലബാർ ക്രിസ്ത്യൻ കോളേജിലടക്കമുള്ള ദളിത് വിദ്യാർത്ഥികളെ കാണുകയും അവരോട് ഈ ഒരു കാര്യങ്ങൾ പങ്കുവെക്കുക, അംബേദ്കർ തോട്ട്സ് പങ്കുവെക്കുകയും അത് വിശാലമായൊരു മൂവ്മെൻ്റായിട്ട് മാറിയാണ് ശരിക്കും കേരള ദളിത് പാന്തർ പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത്.